ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ ഒരു ഷെൽഫ് വരും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂം നല്ല നീളത്തിലുള്ള ബാത്റൂമാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ബാത്റൂം. ഇവിടെ ഷവറിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇത് ഷവറിൻ്റെ പൈപ്പിൻ്റെത്, സാധാ വെള്ളം, ചൂടുവെള്ളം, എല്ലാ സൗകര്യങ്ങളും ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ക്ലോസറ്റ് വരിക. നേരെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിൽ കാഴ്ചകളാണ്. രണ്ട് സൈഡിലും രണ്ട് ജനലുകളും അതുപോലെ ഒരു ബേ വിൻഡോയുമാണ് നമ്മുടെ റൂമിലുള്ളത്. ഇതെല്ലാ റൂമിലും ഇതേപോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമിലും രണ്ട് ജനലുകൾ, ഓരോ സൈഡിൽ രണ്ട് ജനലുകളും, നടുക്കൊരു ഏരിയ ഫുള്ള് ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. അതേപോലെ ബേ വിൻഡോയിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ബേ വിൻഡോയിൽ നമ്മൾ ഇരുന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കാറ്റടിച്ചൊരു മഴ പെയ്തിരുന്നു. ആ മഴേൻ്റെ ഇതിലുള്ള ചീറ്റിലടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ ജനൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ വീട്ടിലേക്ക് ബാധിക്കില്ല. കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അതായത് കണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കുക. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ വീടിൻ്റെ മച്ചിൻ്റെ കാര്യങ്ങളൊക്കെ. മച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ താഴത്തും മരത്തിൻ്റെ ഡിസൈന്, മേലെയും മരത്തിൻ്റെ ഡിസൈന്. മേലെ നമ്മൾ പഴയ മരങ്ങൾ കൊണ്ടാണ് മച്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം മുതൽ 100 വർഷം വരെയുള്ള, 100 വർഷമാണോ ഞാൻ അതിൻ്റെ മേലേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടിരുന്നു പല പല വീടുകൾ നമ്മൾ പൊളിക്കുന്ന സമയത്ത് കണ്ടിട്ടാണ് നമ്മൾ ഈ മരങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. എല്ലാം പഴയ പ്ലാനും പഴയ മരങ്ങളും തന്നെയാണ്. ഒരൊറ്റ മരം പുതിയതില്ല. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെതൽ കയറും എന്നുള്ളൊരു പേടി ഇതിൽ വേണ്ട. കാരണം അത്രത്തോളം പഴക്കം ഈ സാധനത്തിനുണ്ട്. അതേപോലെ മരത്തിൻ്റെ ഓരോ ഇതും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കാതലൊക്കെ അത്രയും അടിപൊളി കാതലാണ്. ഇതിപ്പോൾ ഒരു ത്ലാനാണ് കേട്ടോ, അതായത് ത്ലാനിൻ്റെ പലകയാണ് ഈ കാണുന്നത് അല്ലേ. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. നല്ല അടിപൊളി പീസാണ്. ഇതൊക്കെ ചുമരിൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതല്ലേ, ഇതൊക്കെ നല്ല വീട്ടി തന്നെയല്ലേ ഇത് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി, കറക്റ്റ് മരത്തിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ മരത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട എന്നാണ് വന്നവരും കണ്ടവരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നല്ല അടിപൊളി മരങ്ങളാണ്. ഇതൊക്കെ നമ്മളെ ത്ലാനൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ത്ലാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു മിനിറ്റ് ഞാനിതൊന്നും കൂടി നിങ്ങൾ അടുത്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മുടെ മച്ച് ചെയ്തിരിക്കുന്ന കാര്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് പൊന്തിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴത്ത് ചാടിയതാണ്. ഭാഗ്യത്തിന് കയ്യിൽ ഫോൺ താഴത്ത് ചാടിയില്ല. ഇതാണ് നമ്മുടെ മച്ചിൻ്റെ കാഴ്ചകൾ കേട്ടോ. ചാടുമെന്ന് അറിയില്ല. മച്ചിൻ്റെ കാഴ്ചകൾ ഇതല്ലേ, നല്ല അടിപൊളി മരങ്ങളാണ് ഒക്കെ. അതിലെന്തെങ്കിലും പരാതി, അതായത് ഉഡായിപ്പ് മരമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ മേലെ വശം നമ്മൾ സാൻഡർ ചെയ്തിട്ടില്ല. താഴത്ത് കാണുന്ന ഭാഗങ്ങൾ മാത്രം ഫുള്ള് സാൻഡർ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. എങ്ങനെ ചെയ്തു, എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത്, എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ബേ വിൻഡോൻ്റെ കാര്യം ഇതാണ്. ബേ വിൻഡോയിൽ നമുക്കൊരു 5.5 അടി വീതിയുണ്ട്, വീതിയല്ല നീളമുണ്ട്. പിന്നെ നമുക്ക് ചാരാനുള്ള ഒരു ടൈല് മൊത്തത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 4.2-ൻ്റെ ഒരു ടൈല് മൊത്തത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 അടി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, ഒരു 1.25 ആ റേഞ്ചിലെ ഇതിൻ്റെ വീതി ഉണ്ടാവുള്ളൂ. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇത് നമുക്കിവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അഥവാ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്തിരി ഇടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. നമ്മളെ ചാനൽ ഇനി മുതൽ അങ്ങോട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.